പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ദൈവവചന ധ്യാനത്തോടെ ആയിരിക്കുവാൻ വീണ്ടും ഈ ഭൂമിയുടെ പരപ്പിൽ ആയുസ്സും ആരോഗ്യവും തന്ന് വഷള ലോകത്തിൽ വഷളവും മ്ലേച്ഛതവുമായ വാർത്തകൾ കേൾക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമാക്കുന്ന ആ ദൈവവചനം നിത്യതയിലേക്ക് എത്തിക്കുന്ന ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രവേശിക്കാം. അതിനായി ഇന്നത്തെ വചന ധ്യാനത്തിനായി 1 യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം, 1 John chapter 3 verse 22 വാക്യം, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്തു യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ഇത് ഈ മേളിലും താഴെയുമുള്ള ഭാഗത്ത് നിന്ന് ഒരു ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് അടർത്തിയെടുത്ത വേദഭാഗമാണ്. ഇവിടെ വായിക്കുമ്പം ഹൃദയത്തെക്കുറിച്ചും നിരൂപണങ്ങളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ഹൃദയം കുറ്റം വിധിക്കുന്നതിനെക്കുറിച്ചും താഴെ സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവൻ്റെ കൽപ്പന സ്നേഹം അത് പരമപ്രധാനമായ കൽപ്പനയെക്കുറിച്ചും പറയുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വചനം അടർത്തിയെടുത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. ഇവിടെ ആ ബന്ധം ഒരപ്പൻ മകൻ റിലേഷൻ പോലെയാണ് തോന്നുന്നത്. അവൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്തു യാചിച്ചാലും നമുക്ക് ലഭിക്കും. ആ വാക്യത്തിനകത്ത് കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നർത്ഥമുണ്ട്. കർത്താവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുക എന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ ആ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് അവനിഷ്ടമുള്ളത് അവന് പ്രസാദമായി ഇത് ചെയ്താൽ നാം എന്ത് യാചിച്ചാലും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിനകത്തൊരു വാക്തത്വം അടങ്ങിയിട്ടുള്ളത്, ഇതിനൊരു വാക്കടങ്ങിയിട്ടുള്ളത് കർത്താവിൻ്റെ മക്കളായി കർത്താവിൻ്റെ പ്രസാദമുള്ളത് ചെയ്യുക. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കും. ദൈവത്തിന് പ്രസാദമുള്ളവരെന്ന് പറയുമ്പോൾ സ്വർഗരാജ്യത്തിന് ചേരാത്തതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തില്ല. ദൈവത്തിന് പ്രസാദമുള്ളതെന്ന് പറയുമ്പോൾ മ്ലേച്ഛതയും വഷളത്വവും നിറഞ്ഞ ലോകത്തില് നമ്മൾ അനന്യരും പരമാർത്ഥികളുമാകും. പ്രിയരെ, കേൾക്കാൻ കൊള്ളാവുന്ന വാർത്തകളല്ല പത്രമാധ്യമങ്ങൾ ദ്വാരാ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നത്. കേൾക്കാൻ കാതുകൾക്ക് ഇമ്പമുണ്ടാക്കുന്ന വാർത്തകളല്ല നാം കേൾക്കുന്നത്. ഈ 2-3 ദിവസത്തിനകം കേൾക്കുന്ന വാർത്തകൾ നമ്മളെ ഞടുക്കുന്നതും നമ്മളെ സ്തബ്ധരാക്കുന്നതും അയ്യേ എന്ന് മൂക്കത്ത് വിരൽ വെക്കുന്നു, അയ്യോ എന്ന തലയിൽ കൈവെക്കുന്നതുമായ വാർത്തകളാണ്. എന്തുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ മലയാള സമൂഹത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു അറിയില്ല. കഴിഞ്ഞ ദിവസം 50 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഒരു ഡോക്ടർ, 77 വയസ്സുള്ളവർ, അനേകരെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവന്നയാൾ, അനേകർക്ക് ജീവിതം മരണവുമായിട്ട് മല്ലടിച്ചവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നയാൾ, 77 വയസ്സുള്ള അതേ പ്രൗഢ ഗംഭീരമായ ജ്ഞാനമുള്ള വിദ്യ ബഹുത്വമുള്ള ഒരു ഡോക്ടർ ഒരു കഷണം കയറെടുത്ത് തൂങ്ങിച്ചത്തു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ടവർ, ഈ കൊച്ചു കേരളം എങ്ങോട്ട് പോകുന്നു, ഈ ലോകം എങ്ങോട്ട് പോകുന്നു. അതിനുശേഷം കേൾക്കാം 15 വയസ്സുള്ള ചെറുക്കൻ, 15 വയസ്സുള്ള ഒരുത്തൻ അവന്റെ ആ സഹപാഠിയെ നെഞ്ചത്തടിച്ചു കൊന്നുകളഞ്ഞു. അതും ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഇവിടെയൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം എന്തു സംഭവിച്ചു? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് 5 പേരെ ഒരുത്തൻ കൊന്നുകളഞ്ഞത് അത് കേട്ട് വാർത്ത അങ്ങോട്ട് മായുന്നതിന് മുമ്പ് കേട്ടു, കോട്ടയത്തിനടുത്ത് പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു സ്ത്രീയും തന്റെ 2 പെൺകുഞ്ഞുങ്ങളും ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തു. അത് മാറുന്നതിന് മുമ്പേ കേട്ടു, ആലപ്പുഴയിൽ 2 പേർ, കാമുകന്മാരായി 2 പേർ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. പ്രിയരെ, ഈ കേരളം എങ്ങോട്ട് പോകുന്നു നമുക്കറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ ചാർച്ചക്കാർ എങ്ങോട്ട് പോകുന്നു അറിയില്ല. ഈ തലമുറയിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കടുപ്പമാണ്. പക്ഷേ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ
ദൈവപ്രസാദമുള്ളത് ചെയ്യുമ്പോൾ നമ്മൾ കയറെടുക്കേണ്ടി വരത്തില്ല, വിഷത്തിന്റെ പുറകെ പോകേണ്ടി വരത്തില്ല, കായുധവും കൊടുവാളും ചുറ്റികയും എടുക്കേണ്ടി വരികയില്ല. കാരണം നമ്മുടെ മിടുക്കല്ല, കഴിവല്ല, ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. ഈ കൊച്ചു കേരളത്തിനകത്ത് കേൾക്കുന്ന സംഭവങ്ങൾ കാതിനെ നടുക്കുന്നതും നമ്മളെ പുറകോട്ട് വലിക്കുന്നതും, മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം സ്തബ്ധമാകുന്നതും, മൂക്കത്ത് വിരൽ വെച്ച് അയ്യേ എന്ന് പറയുമ്പോഴും തലയിൽ 2 കൈയും വെച്ചിട്ട് അയ്യോ എന്ന് പറയുമ്പോഴും, ഹല്ലേലൂയ, ഇതിനകത്ത് വചനം പറയുന്നു അവന് പ്രസാദമുള്ളത് ചെയ്യുവാൻ. കുഞ്ഞെ, നിന്റെ മിടുക്കല്ല, കഴിവല്ല. ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെ ഈശ്വരൻ നയിക്കുന്നത്, ദൈവം തമ്പുരാൻ നയിക്കുന്നത് പാപപങ്കുലമായ ലോകത്തിൽ തകർന്നടിയുന്ന ആ മരണ ലോകത്തിൽ നമ്മെ വേർതിരിച്ച് മാറ്റി നിർത്തുന്ന ഒരു സ്നേഹം, നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സ്നേഹം, നമ്മളെ വേറിട്ട് കാണുന്ന ഒരു സ്നേഹം. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം, ആ പരിശുദ്ധാത്മാവിനെ തന്ന് നമ്മളെ ലീഡ് ചെയ്യുമ്പോൾ നമ്മളെ ഉറപ്പിക്കുന്ന, ഇന്നൊന്ന് ഉറപ്പിച്ച് അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്താൽ എന്തു യാചിച്ചാലും നൽകി തരും. ഹല്ലേലൂയ. ഇനി വചനത്തിനകത്തൊന്ന് വിശ്വസിച്ചേ കുഞ്ഞേ, നീ എന്തു യാചിച്ചാലും, നീ ഒറ്റപ്പെട്ടു പോയോ, അതിനകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നീ ദൈവത്തോട് പറയേ, നിനക്കൊരു മറുപടിയുണ്ട്. നിന്റെ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ല, ഇവിടെ അവസാനമല്ല, ഇതൊരു തുടക്കമാ. ദൈവം അതിന് മറുപടി കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ജീവിത പ്രാരാബ്ധങ്ങളുമായിട്ട് കടഭാരവുമായിട്ട് ഇല്ല, ഇത് അവസാനമല്ല. ഇവിടെ അവനോട് എന്തു യാചിച്ചാലും നിനക്ക് നൽകി തരും. നീ മാറ്റി നിർത്തുന്ന, ഒറ്റപ്പെടുന്ന, ഒഴിവാക്കുന്ന, പരിഹസിക്കുന്ന ഇടത്ത് നിന്റെ പരിഹാസം മാറ്റുന്ന, നിന്നയെ മാറ്റുന്ന അവനോട് എന്തു യാചിച്ചാലും അവൻ നൽകി തരും. കർത്താവിനോട് എന്തു യാചിച്ചാലും അത് നൽകി തരും. ഇന്ന് രാത്രിയിൽ കുഞ്ഞെ വിശ്വസിച്ച് കർത്താവിനോട് എന്തു യാചിച്ചാലും അവൻ നൽകി തരും. ദൈവകൽപ്പന പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്താൽ അവനോട് എന്തു യാചിച്ചാലും നൽകി തരും. ഇന്ന് ഈ പ്രഭാതത്തില് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് മാറോട് ചേർത്ത് വെച്ച് ആ യേശു കർത്താവിനെ ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിനെ ചേർത്ത് വെച്ച് പറ, നിനക്ക് എന്തു യാചിച്ചാലും നൽകി തരും. കാര്യം നീ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു, ദൈവത്തിന് പ്രസാദമായി ഇത് ചെയ്യുന്നു. എന്തു യാചിച്ചാലും നൽകി തരും. നീ ഈ തലമുറയിൽ വ്യത്യസ്തമായി ചിലരെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതായി, ചിലരെ നിത്യജീവനിലേക്ക് എത്തിക്കുന്നവരായി, ചിലരെ ഒറ്റപ്പെടുന്ന ഇടത്തുനിന്ന് പുറത്തു കൊണ്ടിരുന്നതിനായി, ചിലർക്ക് ആശ്വാസം പകരുവാൻ ദൈവമായ കർത്താവ് നമ്മുടെ തലമുറകളെ ഉപയോഗിക്കട്ടെ. നിത്യത വരെ എത്തിക്കുന്ന, നിത്യരാജ്യത്തിന് വരെ എത്തിക്കുന്ന ആ പ്രോസസ്സിനകത്ത് ദൈവ കർത്താവിന്റെ കരത്തിലേക്ക് പിടിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി വചനം കേൾക്കുമ്പോൾ ജനം ഒന്നുകൂടി കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്നുകൂടി കർത്താവിനോട് അടുക്കുവാൻ, ഒന്നുകൂടി ഉറപ്പിക്കുവാൻ, എന്തു യാചിച്ചാലും ലഭിക്കുമെന്ന് അവരുടെ കൽപ്പനകളെ പ്രമാണിച്ച് പ്രസാദമായി ചെയ്തതുകൊണ്ട് എന്തു യാചിച്ചാൽ ലഭിക്കുമെന്നുള്ള ആത്മാർത്ഥമായ ഉറപ്പ് ഹൃദയങ്ങളുടെ അകത്ത് പ്രാപിക്കാൻ സ്വർഗമിടയാക്കുന്നതിനായി നന്ദി കർത്താവ്. മറ്റു തരത്തിൽ വഴികളിലല്ലാതെ കർത്താവിന്റെ പാതയിൽ നടക്കുവാൻ ഈ വചനം കേൾക്കുന്ന സർവ്വപേരെയും അങ്ങ് അനുഗ്രഹിക്കണം. നിത്യത വരെ അവരുടെ കരത്തിൽ പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ, സ്വർഗത്തിന്റെ കര കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിലും വചനം കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലമായ വസ്തുക്കൾ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. അതുവരെ ചിറകിന്റെ മറവിൽ മറയട്ടെ. താങ്ക് യു സോ മച്ച്.